നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചിലർക്കെങ്കിലും ഇത് കഷ്ടത നിറഞ്ഞതും ഇഷ്ടമില്ലായതും പെറുപെറുത്തും കടന്നു പോകുന്ന ദിനങ്ങളാണ്. എന്നാൽ വളരെയധികം പേർ കൃപയുടെ നിമിഷങ്ങളും ദിനങ്ങളുമാക്കി മാറ്റുന്ന നല്ല ദിനങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും തിരുസഭ മാതാവ് 40 ദിനങ്ങൾ നൽകുന്നത് ഈശോയുടെ 40 ദിവസത്തെ ഉപവാസത്തെയും പ്രാർത്ഥനയും എല്ലാം ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ കുറേ കൂടിയെല്ലാം ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയുള്ള ഒരവസരം കൂടിയാണിത്. ഇന്നത്തെ ലത്തീൻ കുർബാന ക്രമപ്രകാരം തന്നിരിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഇപ്രകാരമാണ് ഈശോ നമ്മോട് പറയുന്നത്. പത്രോസ്ലീഹ വന്ന് ഈശോയോട് ചോദിക്കുന്നു, എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 പ്രാവശ്യമാണോ എന്ന്. ഈശോ അതിന് നൽകുന്ന നിർദ്ധനായ ഒരു ഭൃത്യൻ്റെ ഉപമയാണ്. യജമാനന് കടം വീട്ടാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു ഭൃത്യൻ വന്ന് യജമാനോട് ചോദിക്കുന്നു, എനിക്കത് വീട്ടാൻ നിവൃത്തിയില്ല, ഇളച്ചു തരണമേ എന്ന്. അദ്ദേഹം അത് ഇളച്ചു കൊടുക്കുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ സഹസേവകനെ കണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള തരുവാൻ പറ്റാത്ത ആ മനുഷ്യൻ്റെ കഴുത്തിന് പിടിക്കുന്ന ആ ഭൃത്യനെയാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ ഒരു വചനത്തിലൂടെ ഇന്ന് കടന്നു പോയപ്പോൾ പെട്ടെന്ന് ഈശോ തന്ന ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരിക്കൽ മുരുങ്ങൂർ ധ്യാനകേന്ദ്രത്തിലായിരുന്നപ്പോൾ പനക്കലച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ അവിടെ കുറച്ച് നാട്ടുകാർ കൂടി കൊണ്ടുവന്നു ധ്യാനിപ്പിക്കുവാൻ വേണ്ടി. അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തോ അസ്വസ്ഥതയാണ് കുറേ വർഷങ്ങളായിട്ട്. അച്ഛൻ ഭാര്യയെയും കുഞ്ഞിനെയൊക്കെ സ്വീകരിച്ചു. സാധാരണ മുരുങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ മാനസിക രോഗികളെ എടുക്കാറില്ല. എങ്കിലും പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ആ അമ്മയുടെയും മക്കളുടെയും കണ്ണീര് കണ്ടുകൊണ്ട് അച്ഛൻ അതിന് സമ്മതിച്ചു. എന്നാൽ ആദ്യത്തെ ദിവസങ്ങളെല്ലാം ശാന്തമായി കടന്നുപോയി. അവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരനോട് ക്ഷമിച്ചില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോഴെല്ലാം ഈ മനുഷ്യനെ അലറി വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം അദ്ദേഹം ഓടി സ്റ്റേജിൽ കയറി ഞാനിപ്പോൾ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രേക്ഷിതരും കൂടി പിടിച്ചു ഒരു മുറിയിൽ കൊണ്ട് അടച്ചു. 2 ദിവസം അവിടെ കിടന്ന് ഭക്ഷണമെല്ലാം പുറത്തു നിന്ന് കൊടുത്തു. എന്നാൽ അവസാനത്തെ ദിവസം ശനിയാഴ്ച ദിവസം അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി ശാന്തനായിട്ട് കടന്നു വന്നു. ആരാധനയിൽ പങ്കെടുത്തു. ഞായറാഴ്ച തിരിച്ചു പോകുവാൻ വേണ്ടിയിരുന്നപ്പോൾ അച്ഛൻ്റെ മുറിയിലേക്ക് ഈ സഹോദരനും ഭാര്യയും മക്കളും കൂടി കടന്നു വന്നു. അവിടെ ഞങ്ങളെല്ലാം സന്നിഹിതരായിരുന്നു. അച്ഛൻ കയറി വന്നപ്പോൾ ചോദിച്ചു, മകനെ നീ ക്ഷമിച്ചോ അച്ഛാ? അങ്ങനെ അച്ഛൻ ധൈര്യത്തോടെ പറഞ്ഞു, എന്നേ നീ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. അങ്ങനെ ആ സഹോദരൻ കസേരയിലിരുന്നു. നിനക്ക് എങ്ങനെ ക്ഷമിക്കുവാൻ പറ്റി മകനെ, എന്നോടൊന്ന് പറയാവോ എന്ന് എല്ലാവരും മുമ്പിൽ വെച്ച് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ ഒരു ഉപമ ബൈബിളിലെ ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ നിർദ്ധയനായ ഭൃത്യൻ്റെ ഉപമ എനിക്ക് അഭിഷേകമായി മാറിയെന്നാണ്. അതെങ്ങനെ നിനക്ക് സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ കർത്താവായ ഈശോ എനിക്ക് 2000 കോടിയിലധികമാണ് ക്ഷമിച്ചു തന്നത്. എനിക്കതൊരിക്കലും വീട്ടാനാവാത്തതായിരുന്നു. എന്നാൽ എനിക്ക് എൻ്റെ ആ സഹോദരനോട് ക്ഷമിച്ചു കൊടുക്കാനുണ്ടായിരുന്നത് വെറും 2 രൂപയായിരുന്നു. സംഭവം ഇപ്രകാരമാണ്. ഇദ്ദേഹത്തിന് ഏകമകൾ, അന്ന് ഉണ്ടായിരുന്ന ഒരു ഏകമകളായിരുന്ന വ്യക്തി സൗമ്യ, ഇവരൊരുമിച്ചാണ് ഞായറാഴ്ച പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നേ ദിവസം ഇയാൾ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന മകനാണ്. അന്നേ ദിവസം മകളുമായിട്ട് പള്ളിയിൽ പോകാനിരുന്നപ്പോൾ പറഞ്ഞു, പപ്പ താമസിച്ചല്ലേ വരുന്നേ, കുളിച്ചിട്ടില്ലല്ലോ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ആദ്യമായിട്ടാണ് മകള് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് മകളെ വിട്ടു പള്ളിയിൽ. ഇയാൾ അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നടന്നു ചെല്ലുമ്പോൾ കവലയിൽ ഒരാൾക്കൂട്ടം കാണുന്നു. ഇയാളെ ആൾക്കാരെല്ലാം മാറ്റി നോക്കുമ്പോൾ തൻ്റെ ഏകമകളെന്ന് പുന്നാര മകളായിട്ട് കൊണ്ടുവരുന്ന കൊച്ച് അവിടെ മരിച്ചു കിടക്കുന്ന കണ്ടത്, രക്തത്തിൽ കുളിച്ച്. ഇയാളോടുള്ള പകരം വീട്ടാൻ വേണ്ടി ഏതോ രാഷ്ട്രീയക്കാർ മകളെ കരുവാക്കിയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹം ഞാനിപ്പോൾ കൊല്ലും എന്നും കണ്ട് അരിവാളെടുത്ത് വെട്ടുകത്തിയെടുത്ത് ഓടുന്നൊരു സ്വഭാവമായി മാറി. മാനസിക നില തെറ്റിപ്പോയിരുന്നു.
എന്നാൽ എപ്പോൾ ഈ വചനം അഭിഷേകമായി വന്നോ അപ്പോൾ അദ്ദേഹത്തിന് ക്ഷമിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ മാറ്റിയത് ഈ ഒരൊറ്റ ചിന്താഗതിയാണ്. എനിക്ക് ക്ഷമിച്ചു കൊടുക്കാനുള്ളത് 2000 കോടിയിൽ ഏറെ രൂപയാണ് എനിക്ക് ഇളച്ചു തരാനുള്ളത്. എന്നാൽ എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് വെറും 2 രൂപയാണ്. ആ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയാണ് എനിക്ക് ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ? ആ ഒരു അഭിഷേക മകനെ കംപ്ലീറ്റായിട്ട് മാറ്റി. ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷ വേല ചെയ്യുന്ന, കുടുംബമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നൊരു നല്ലൊരു മകനായിട്ട് ജീവിക്കുന്നു, ഒരു അപ്പനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു സഹോദരനായി ജീവിക്കുന്നു. ഇത് തന്നെയാണ് ഈ നോമ്പുകാലത്തിൽ നമ്മോട് ഈശോ ആഗ്രഹിക്കുന്നത്, പറയുന്നത്. നിൻ്റെ സഹോദരനോട് അവസാനത്തെ വചനം പറയുന്നുണ്ടല്ലോ, 35 വാക്യമെല്ലാം, നീ ഇതുപോലെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ, ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്നോടും ദൈവം ക്ഷമിക്കുകയില്ല എന്ന്. ഈ നോമ്പുകാലത്ത് നമുക്കത് ധ്യാനിക്കാം, ചിന്തിക്കാം. ആരോടൊക്കെയാണ് എനിക്ക് ചെറുതാണെങ്കിൽ പോലും ഒന്ന് ക്ഷമിക്കാനുള്ളത്? ആരൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേര്, വലുതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം. അത് നമുക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തുകൂടെ? അതല്ലേ ഏറ്റവും വലിയ നോമ്പാചരണമെന്ന് പറയുന്നത്. മീനും മുട്ടയും മാംസവും ഉപേക്ഷിക്കുന്നതല്ലല്ലോ നോയമ്പെന്ന് പറയുന്നത്. അതെല്ലാം ഇതിലേക്ക് നയിക്കുന്ന ചെറിയ വഴികൾ മാത്രമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന നോയമ്പെന്ന് പറയുന്നത് സഹോദരനെ ചേർത്ത് നിർത്തുക, അവനോട് ക്ഷമിക്കുക എന്നതല്ലേ? അത് തന്നെ ആയിരിക്കണം നോമ്പാചരണത്തിൻ്റെ മുഖ്യവും പ്രധാനവുമായ ചിന്തയും ധ്യാനവും. അതിന് നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരനെ ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുവാനുള്ള വലിയൊരു കൃപ ഈ നോയമ്പ് കാലത്ത് നമുക്ക് സ്വന്തമാക്കാം. അതിലൂടെ മാത്രം ഈസ്റ്റർ ആഘോഷിക്കുവാനുള്ള വലിയ കൃപ ദൈവം തരികയുള്ളൂ. ക്ഷമിക്കാത്തവൻ ഒരിക്കലും കർത്താവിൻ്റെ മുമ്പിൽ കരുണ ചോദിക്കാൻ പറ്റില്ല. കരുണയും വിശ്വസ്തതയും സങ്കീർത്തനം 85:10 പറയുന്നുണ്ട്. കരുണയും വിശ്വസ്തയും ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുമെന്ന്. ഈ കരുണയും വിശ്വസ്തത എന്ന നീ കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് തമ്പുരാൻ നിന്നിലേക്ക് കരുണയായിട്ട് വന്ന് നിന്നെ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുമെന്ന് പറയുന്നത് നീതിമാനായ ദൈവം നിനക്ക് തരുന്ന സമാധാനത്തിൻ്റെ ഒരു ചുംബനമുണ്ട്. നീ ക്ഷമിക്കുമ്പോൾ, നീ സഹോദരനോട് ചേർത്ത് നിർത്തുമ്പോൾ, അവൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ പോലും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ. അതിന് എന്നെയും നിങ്ങളെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.